ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻഐഎ. ഭീകരപ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന അതിമാരക സ്ഫോടക വസ്തുക്കൾ അബദ്ധത്തിൽ പൊട്ടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മിലിറ്ററി ഗ്രേഡ് സ്ഫോടക വസ്തുക്കൾ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നോ എന്നും അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, അബദ്ധത്തിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിയതാകാമെന്ന് പറയുമ്പോഴും അവർ മറ്റൊരിടത്ത് സ്ഫോടനം നടത്താനായി കരുതിയിരുന്ന സ്ഫോടക വസ്തുക്കളായിരിക്കാം അത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിലൊക്കെ ഒരു തെളിവ് വരണമെങ്കിൽ, ഒരു വ്യക്തത വരണമെങ്കിൽ ആരായിരുന്നു ഈ സ്ഫോടനം നടത്തിയത്, ആ കാറിലുണ്ടായിരുന്നവർ ആരായിരുന്നു എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിലവിലെ സ്ഥിതി എന്താണ്? അനുശ്രീ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2900 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് ഈ ഫരീദാബാദിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. അതിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിക്കുന്നത്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻഐഎയുടെ, അതായത് അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടത്താനായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന, അതായത് മുസമ്മിൽ അടക്കം ഷഹീദ് അടക്കമുള്ള ആളുകൾ പിടിയിലായപ്പോൾ താനും ഉടനെ പിടിയിലാകുമെന്ന് കരുതി ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഉമർ നബി എന്ന് പറയുന്ന ഭീകരൻ ഈ കാറുമെടുത്ത് ഡൽഹിയിലേക്ക് എത്തുന്നതും പിന്നീട് ഇയാൾ ഈ ഒരു അബദ്ധത്തിൽ ഇയാളുടെ കയ്യിൽ നിന്ന് ഇയാളുടെ വാഹനത്തിലിരുന്നു കൊണ്ട് ആ ബോംബ് സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ വിവരം. അതിൽ ഏതൊക്കെ സ്ഫോടക വസ്തുക്കളാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ NSGയുടെ വിഭാഗത്തിലുള്ള കമാൻഡോകൾ അവരുമായിട്ടുള്ള വിദഗ്ധർ ഇത് പരിശോധന നടത്തുകയാണ്. ആ പരിശോധനാ ഫലം പുറത്തു വരാൻ ഇനിയും ദിവസങ്ങളെടുക്കും എന്നുള്ളതാണ്. അമോണിയം നൈട്രേറ്റ് അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. മാത്രമല്ല 2900 കിലോ അമോണിയം നൈട്രേറ്റ് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് പിടികൂടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ മറ്റൊരു സംശയം പുറത്തു വരുന്നത് മിലിറ്ററി ഗ്രേഡ്, അതായത് നമ്മുടെ സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അക്കാര്യങ്ങളിൽ വ്യക്തത വരുന്നത് ഇനിയിപ്പോൾ NSGയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും. എന്തായാലും ഇവർ ഒരു സ്ഫോടനം, രാജ്യത്തുടനീളം സ്ഫോടനം നടത്താനായിട്ട് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ അയാളുടെ അമ്മയുമായി സംസാരിച്ച കാര്യങ്ങൾ, വീടുമായി ബന്ധം പുലർത്താത്ത കാര്യങ്ങൾ, മാത്രമല്ല ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ അദീൽ, അതായത് ഈ സ്ഫോടന സമയത്തല്ല മറിച്ച് ഇയാളുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന അനന്തനാഗിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ അദീലുണ്ട്. ഇയാളടക്കമുള്ള ആളുകൾക്ക് ഭീകരബന്ധമുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട് ചേർന്നുകൊണ്ട് സ്ഫോടക വസ്തുക്കളും തോക്കുകളും ഒക്കെ പിടിച്ചെടുത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീകരപ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതൊരു ചാവേർ ആക്രമണം ആണോ എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. കാരണം ചാവേർ ആക്രമണമാണെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ കൂടുതലുള്ള, തൊട്ടടുത്ത് ചാന്ദിനി ചൗക്ക് പോലൊരു സ്ഥലമുള്ളപ്പോൾ ഈ കമ്പാരിറ്റീവ്ലി ആൾ കുറവുള്ള ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സിഗ്നലിൽ വെച്ച് ഈ കാർ പൊട്ടിത്തെറിക്കില്ല. മാത്രമല്ല കാർ മൂവിങ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഒരു പതിയെ നീങ്ങുന്ന സമയത്താണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. ചാവേർ ആക്രമണമായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ചു കയറ്റിയായിരുന്നു ഇത് പൊട്ടിക്കുക. ഇത് അബദ്ധത്തിൽ പൊട്ടിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കാർ 10 ദിവസങ്ങൾക്ക് മുമ്പ് പൊല്യൂഷൻ കൺട്രോൾ ടെസ്റ്റ് നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല 11 മണിക്കൂർ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ കാർ കറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതുപോലെ കൊണാട്ട് പ്ലേസിലടക്കം ഈ ഉമർ നബി എത്തിയിരുന്നു, ഭീകരനായിട്ടുള്ള ഉമർ നബി എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ കാറിൻ്റെ യാത്രാ വഴി പറയുന്നത് നവംബർ 10 തീയതി രാവിലെ 7:30 ഫരീദാബാദിലെ ഏഷ്യൻ ആശുപത്രിക്ക് മുൻവശത്തായിട്ട് ഈ വാഹനം കണ്ടതിൻ്റെ വിവരങ്ങളുണ്ട്. അതുപോലെ രാവിലെ 8:13 ബദർപൂർ ടോൾ പ്ലാസ കടന്ന് ഈ വാഹനം, അതായത് വെള്ള I-20 ഹരിയാന രജിസ്ട്രേഷനുള്ള വെള്ള I-20 ടോൾ പ്ലാസ കടന്ന് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. 8:20 ഓഖ്ല ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് സമീപത്തെ പെട്രോൾ പമ്പിലൂടെ ഈ കാർ കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ സ്പോട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 3:19 ഉച്ചയ്ക്ക് 3:19 ഈ ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് ഈ കാർ എത്തുന്നത് എന്നുള്ളതാണ് വിവരം. അതിൻ്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ വൈകിട്ട് 6:28 പാർക്കിംഗ് സ്ഥലത്ത് നിന്ന്, അതായത് 3:19 ചെങ്കോട്ടയിലെ പാർക്കിംഗ് സ്ഥലത്ത് എത്തിയ കാർ പിന്നെ അവിടുന്ന് മൂവ് ചെയ്യുന്നത് 6:28 അതായത് ഏകദേശം 3 മണിക്കൂറും 9 മിനിറ്റും കഴിയുമ്പോഴാണ് ആ കാർ അവിടുന്ന് എടുക്കുന്നത്. ഈ 3 മണിക്കൂർ 9 മിനിറ്റ്
എന്തായിരുന്നു കാറിനുള്ളിലെ ഭീകരനായിട്ടുള്ള ഉമർ നബിയും ചെയ്തിരുന്നത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ കാർ അവിടുന്ന് 6:28 സ്ഥലത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുന്നു. അതിനുശേഷം മെല്ലെ പോയിട്ട് ആ കവാടത്തിൻ്റെ അരികിലേക്ക്, അതായത് ഈ ചെങ്കോട്ടയിലെ പാർക്കിംഗ് സ്ലോട്ടും ഈ പൊട്ടിത്തെറിച്ച സ്ഥലവുമായി ഏകദേശം 300-400 മീറ്റർ ദൂരമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 28 മുതൽ അടുത്ത 52, അതായത് ഏതാണ്ട് ഒരു 30 മിനിറ്റോളം ഈ 400 മീറ്റർ സഞ്ചരിക്കാൻ 30 മിനിറ്റോളമേ എടുത്തുള്ളൂ 30 മിനിറ്റ് എടുത്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം അന്വേഷണ സംഘം തന്നെ ഉത്തരം കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ 6:52 ഈ കാർ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ മൊത്തം 12 പേർ ആ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അതിൽ സാരമായി പരിക്കേറ്റവർ നിരവധി പേരുണ്ട്. അതിൽ 8 പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. അതിൽ 4 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കൂടുതൽ 3 പേരോളം ആൾക്കാരുടെ മൃതദേഹങ്ങൾ കൂടി ഇനി തിരിച്ചറിയാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഒരു വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട നിർണായക വിവരം എന്ന് പറയുന്നത് 35ഓളം പേരാണ് LNJP ഹോസ്പിറ്റലിലേക്ക് ഇത്തരത്തിൽ പരിക്കേറ്റ് എത്തിയത്. അതിൽ 3 പേരെ കാണാനില്ല എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ചീളുകളും കുപ്പിച്ചില്ലുകളും ഒക്കെ തറച്ചിട്ട് പലരും സ്വന്തമായി ഓട്ടോ പിടിച്ച് ആശുപത്രി പോയ വാർത്തകൾ നമ്മൾ ഇന്നലെ കേട്ടിരുന്നതാണ്. അങ്ങനെ പോയ ആളുകളിൽ 35 പേർ പോയതിൽ 3 പേരെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അത് ഒരു നിർണായകമായ വിവരമാണ്. കാരണം ഈ 3 പേർക്ക്, അതായത് ഈ ആശുപത്രിയിൽ പരിക്കുകളോടെ എത്തിയ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റെത്തിയവരെ എല്ലാം വളരെ സൂക്ഷ്മമായിട്ടാണ് പോലീസും ആശുപത്രി അധികൃതരും നിരീക്ഷിച്ചിരുന്നത്. ഇവരെ കാണാനോ സംസാരിക്കാനോ ബന്ധുക്കളെ പോലും കയറ്റിവിടാത്തൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരുന്ന ഇവരിൽ 3 പേർ എങ്ങനെ കാണാതായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിവരമാണ്. അതിനടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ജമ്മു കാശ്മീരിലെ പുൽവാമയിലെ അടക്കമുള്ള ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ, അവരുടെ പശ്ചാത്തലങ്ങൾ കൂടി പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായിരിക്കുന്നത് ഡോക്ടർമാരുമായിട്ടുള്ള സംഘങ്ങളാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ഒരു ഭീകരവാദത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുമായി അടുപ്പമുള്ള ഒരുപാട് പേർ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ വലയിൽ വീണുകൊണ്ട് കൂടുതൽ ആളുകൾ ഭീകരവാദത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് 52ഓളം ഡോക്ടർമാരെ ഇന്നലെ തന്നെ ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഇർഫാൻ അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഫരീദാബാദിലെ ഒരു പള്ളിയിലെ ഇമാമുണ്ട്. ഇയാളാണ് ഈ ഒരു ബ്ലാസ്റ്റിൻ്റെ, ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പിന്നിലെന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഈ കേസിൽ, ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ തെളിവായി മാറും. കാരണം ഇയാളുടെ ഫോൺ കോളുകൾ, ഇയാളുമായി സംസാരിച്ച വ്യക്തികളടക്കം ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം. അതുപോലെ തന്നെ നിരവധി ദുരൂഹതകൾ അവശേഷിപ്പിക്കുകയാണ് ഈ ഒരു സ്ഫോടനം. ഈ കാറിന് യാതൊരു പരിശോധനയിലും പെടാതെ എങ്ങനെ ചെങ്കോട്ട വരെ എത്താൻ സാധിച്ചു? അതും ചെങ്കോട്ടയുടെ പരിസരത്ത് 3 മണിക്കൂറോളം കാർ ചെലവഴിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഡൽഹിയിൽ നിന്നും ആരുടെയെങ്കിലും സഹായം ഈ കാറിലുണ്ടായിരുന്ന ആൾക്ക് ലഭിച്ചിരുന്നോ? ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ? അനുശ്രീ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അനുശ്രീ ചോദിച്ചത്. കാരണം ഡൽഹി പോലെ വളരെ അതിശക്തമായ സുരക്ഷയുള്ളൊരു സ്ഥലം, പ്രധാനമന്ത്രിയും പ്രസിഡന്റും അടക്കം സുപ്രീം കോടതി അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നഗരം, ഇന്ത്യയുടെ തലസ്ഥാനം, അവിടേക്ക് ഒരാൾ കാറ് നിറയെ സ്ഫോടക വസ്തുക്കളുമായി 11 മണിക്കൂറോളം ചുറ്റുക, അതിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ചെങ്കോട്ടയ്ക്ക് സമീപം 3-3.25 മണിക്കൂറോളം അവിടെ ചെലവിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ, മാത്രമല്ല ഇത് ഈ ഒരു ഇപ്പോൾ സാധാരണ ഒരു ദിവസമായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം, ഒരുപക്ഷെ പോലീസുകാർ ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. പക്ഷേ ഫരീദാബാദിൽ നിന്ന് ഇത്രയും സ്ഫോടക ശേഖരങ്ങൾ പിടിച്ച് അതിൽ 3ഓളം പേരെ ജീവനോടെ പിടിച്ച് ഭീകരപ്രവർത്തനം നടത്തുമെന്ന് സംശയിക്കുന്ന 3ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ അതീവ സുരക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ചെങ്കോട്ടയിൽ 3 മണിക്കൂർ വാഹനവുമായി നിൽക്കുന്നത്. അതുപോലെ 11 മണിക്കൂർ
ഡൽഹി അതിർത്തിയിൽ കറങ്ങുന്നത്, കൊണാട്ട് പ്ലേസിലടക്കം നിന്ന് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല? ആർക്കും സംശയം തോന്നിയില്ല? എന്തുകൊണ്ട് കൃത്യമായ പരിശോധനകൾ നടന്നില്ല എന്നുള്ളത് കൃത്യമായ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം നീളുന്നത് ഡൽഹിയിൽ ഇയാളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ആ ചോദ്യത്തിനടക്കം NIA ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. മാത്രമല്ല, ഇതിന് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇത് ഡൽഹിയെ സംബന്ധിച്ച് ഇതിനു മുമ്പ് 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ പഹൽഗാമിൽ ഒരു വലിയ ആക്രമണം ഉണ്ടായത്. അന്നും സുരക്ഷാ വീഴ്ച അടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നതാണ്. അതിനുശേഷം രാജ്യം അതീവ സുരക്ഷയിലും കർശനമായ ജാഗ്രതയിലുമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഇങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ന്യായീകരണമായി വരുന്നത് ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് 2900-ഓളം കിലോ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതും അത് കൈവശം വെച്ചിരുന്നവരെ പിടികൂടുന്നതും എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ന്യായീകരണം. അതിൽ വസ്തുത ഉണ്ട് താനും. കാരണം ഇവർ അന്വേഷണത്തിൽ അത് കണ്ടുപിടിച്ചത് കൊണ്ടാണ് വലിയൊരു ആക്രമണം ഉണ്ടാകാതെ ഇത്തരത്തിൽ ഈ ഉമർ നബി എന്ന് പറയുന്ന ഭീകരന് അവരുടെ കൈവശം ഉണ്ടായിരുന്ന അമോണിയം നൈട്രേറ്റും കൊണ്ട് പായേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് അവർക്ക് അത് പറയാൻ പുറത്ത് ശക്തമായി ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വാദമായി തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിടിയിലായ ഭീകരന്മാരിൽ ഒരു സ്ത്രീയുണ്ട്, ഡോക്ടർ ഷഹീൻ ഷഹീദ്. അവരെ സംബന്ധിച്ച് അവരെ പിടികൂടിയത് ഈ ഒരു കേസിൽ വളരെ നിർണായകമായി. ഈ കേസിൽ മാത്രമല്ല, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ദുരിതത്തിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അവർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഷഹീൻ ഉൽ മുമിനാത്ത് എന്ന് പറയുന്ന വനിതാ സംഘടനയുടെ ഇന്ത്യയിലെ നേതാവായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അത് ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ്. കാരണം ഇത്തരത്തിൽ സാധാരണക്കാരായ സ്ത്രീകളെ പറഞ്ഞ്, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഇവർ ഡോക്ടറാണല്ലോ, അപ്പോൾ വിദ്യാസമ്പന്നരായ സ്ത്രീകളെ അടക്കം ഇവരെ അടുത്തേക്ക് എത്തുകയും അവരെ പറഞ്ഞ് ഇവരുടെ സംഘടനയിൽ ചേർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നോ, അല്ലെങ്കിൽ ഇനിയും ഭാവിയിൽ ഇവർ ഇപ്പോൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും ഈ കാലയളവിനുള്ളിൽ ഒരുപാട് സ്ത്രീകളെ അവർക്ക് അവരുടെ സംഘടനയിൽ ചേർക്കാൻ പറ്റുമായിരുന്നു. അത് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ത്രിശങ്കൂലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. അത് എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിട്ടുള്ള കാര്യം തന്നെയാണ്. രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് അവരെ പിടികൂടാൻ കഴിഞ്ഞത്. അവരുടെ ഫോൺ സംബന്ധിച്ച് അവർ ആരുടെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്, അവരുടെ ചാറ്റുകളെല്ലാം പരിശോധിച്ച് വരികയാണ്. അവരുടെ പാകിസ്ഥാൻ പശ്ചാത്തലം, അവർ ജമ്മു കാശ്മീരിൽ അവരുടെ സഞ്ചരിച്ചത്, ജമ്മു കാശ്മീരിൽ ആരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. എന്തായാലും ജെയ്ഷെ മുഹമ്മദുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി അന്വേഷിച്ചു വരുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുമെന്നുള്ളതാണ് അറിയാനുള്ളത്. ശരി, അങ്ങനെ ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിരവധി ദുരൂഹതകൾ ബാക്കി നിൽക്കുമ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്.